വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്? സംഭവമൊക്കെ ഓക്കെ. ഇതേ ഇങ്ങോട്ടാണ് സോൾസ് മൈനിലേക്ക് പോകുന്നതും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വഴിയൊക്കെ കണ്ടോ. പക്ഷേ എൻ്റെ വീട് ഇതിൻ്റെ താഴോട്ട് എവിടെയാണ്, ഇത് അവിടെ എവിടെയോ ആണ് എൻ്റെ വീട്. പക്ഷേ എങ്ങനെ പോകണം എന്നെനിക്കറിയില്ല, കാരണം ഈ വഴി ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റെപ്പ് കണ്ടു, ഒരു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കണ്ടു, ഞാൻ കയറി, അത് മാത്രമേ അറിയാവുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, നമുക്ക് ഇതേ താഴെ ഒരു വഴി കാണുന്നുണ്ട്. ഇതേ കണ്ടോ ഒരു വഴി അവിടുത്തെ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി എത്തണം, നമുക്ക് എത്തി ഇതേ അങ്ങ് താഴെ പോകണം. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇരുട്ടി തുടങ്ങിയാൽ പിന്നെ താഴോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ് കണ്ടുപിടിച്ചു, വഴി കണ്ടുപിടിച്ചു. ഈ വഴി നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇത്രയും ദിവസം ഞാൻ ഇതുവഴി വന്നിട്ടില്ല ഗൈസ്, പക്ഷേ ഇത് ഒരു അടിപൊളി വഴിയാണെന്ന് വെച്ചാൽ കാരണം ഭയങ്കര കാം കോയായിട്ട് ഇവിടെ ഒന്നും ആരുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റ് വന്നാൽ പോലും ട്രക്കിംഗ് വഴി അങ്ങനെ ഉപയോഗിക്കാറില്ല. മെയിൻലി അവർ ഉപയോഗിക്കുന്നത് സോൾട്ട് മൈനിലേക്ക്. ഇവിടെ നമുക്ക് ഫേർണിക്കുലർ വഴിയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഈ ട്രക്കിംഗ് വഴി എന്ന് പറയുന്നത് ഇതിപ്പോൾ സമയം താഴോട്ടൊക്കെ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ ഇതാണ്ടോ താഴോട്ടൊക്കെ അവിടെയൊക്കെ കണ്ടോ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ ഇവിടെ ഫുള്ള് ഇരുട്ട് കയറി. അതാണ്ടോ ഇതൊരു ഹൈക്കിംഗ് വേ ആണ്, സത്യം പറഞ്ഞ ഒരു ഹൈക്കിംഗ് വേ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ വളരെ അധികം ആൾക്കാർ അങ്ങനെയൊന്നും പോകാറില്ല. കാരണം സ്ലിപ്പറി ആയിരിക്കും, എപ്പോഴും സ്ലിപ്പറി ആയിരിക്കും. മഞ്ഞ് പെയ്യുന്നതുകൊണ്ടും മഴ പെയ്യുന്നതുകൊണ്ടും താഴെയുള്ള ക്ലൈമറ്റ് അല്ല മുകളിലുള്ള ക്ലൈമറ്റ് അല്ല ഇതിനും മുകളിലുള്ളത്. അപ്പോൾ ക്ലൈമറ്റുകളെല്ലാം വ്യത്യാസമുള്ളത് കൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് ഈ വഴി. പക്ഷേ എനിക്കറിയില്ല, എന്തായാലും ഈ വഴി കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി തൊട്ട് ഈ വഴിയുള്ള യാത്ര തുടരുന്നതാണ്. വേണ്ടോ ഇവിടെ വന്യമൃഗം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്നെ പിടിക്കത്തുമില്ല. വന്യമൃഗം വല്ലതും വന്നാൽ വന്യമൃഗം മറ്റേ കാലിത്തോട്ട് തൊട്ടിട്ട് പൊക്കോളും. വീട്ടുകാർ പറയണ കേസ് എന്നെ പിന്നെ പിടിച്ചോണ്ട് പോകാൻ പോലും ആർക്കും വേണ്ട എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അവിടെ നടന്ന് കണ്ടോ താഴെ കണ്ടോ എന്തുമാ നല്ല വെളിച്ചമുണ്ട് കണ്ടോ. ഇപ്പോഴും ആ വെളിച്ചം പോയിട്ടില്ല, പക്ഷെ അകത്തോട്ട് ഫുള്ള് ഇരുട്ടാണ് അങ്ങടേക്ക്. എനിവേ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്, നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വീട് ഇനിയും പോകണം. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട്. ഞാൻ നിങ്ങൾക്കിത് അവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇത് ഹോൾസ്റ്റാൻ്റെ ടോപ്പ് അതായത് മിഡ് വേ എന്ന് പറയാം. ഇനി ഇതിലും മുകളിൽ പോകാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് സോൾട്ട് മൈൻ, നമ്മുടെ വേൾഡിൽ ഏറ്റവും ആദ്യം ഉണ്ടായ സോൾട്ട് മൈനും വ്യൂ പോയിൻ്റൊക്കെ കാണുന്നത്. ഇതാണ് ഗൈസ് ഹോൾസ്റ്റാറ്റിൻ്റെ ടോപ്പിലെ ചെറിയൊരു വ്യൂ എന്ന് പറയുന്നത്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയെന്ന്. വിസിറ്റിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വരികയാണെങ്കിൽ ആരെങ്കിലും ഹോൾസ്റ്റാറ്റിൽ വരികയാണെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഒരു ചെറിയ ഹൈക്കിംഗ് ഫർണിക്കൽ എടുക്കാതെ തന്നെ ചെറിയ ഹൈക്കിങ്ങിൽ പോകാൻ ശ്രമിക്കുക. നല്ല ഭംഗിയാണ് ഗൈസ്. വീടെന്നൊക്കെ പറഞ്ഞത് ഇതുപോലെ ഇരിക്കണം വീട്. ഒരൊറ്റ വീടാണ് കണ്ടോ, പക്ഷേ ഇതിൻ്റെ ചുറ്റും ഗാർഡനാണ്. പല ഫ്ലവേഴ്സ്, പല രീതിയിലുള്ള, അല്ലെങ്കിൽ ഇതാ കണ്ടോ ഇത് ചെടികളാണ്, പച്ച ചെടികളാണ്. പക്ഷേ ഗ്രീൻ പ്ലാന്റും അതുപോലെ നമ്മുടെ ഫേൺസും അതിൻ്റെ ബാക്കിലോട്ട് പോയാൽ കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പല 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 വെറൈറ്റി. എനിക്ക് തന്നെ പേരറിയില്ല. എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വീടെന്ന് പറഞ്ഞാൽ ഈ വീട് ഫുള്ള് ഈ ചെടി കൊണ്ട് മൂടിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വന്നപ്പോൾ കണ്ടോ അവിടെ ഗാർഡനാണ്. ഇതെൻ്റെ വീടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വിചാരിച്ചിരുന്നത് വീട് മാത്രമേ ഉള്ളൂ, ഇതുവഴി ഹൈക്കിംഗ് വേ ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു വീടാണ് ഗൈസ്. കണ്ടോ ഈ വീടിൻ്റെ ഫുള്ള് ചെടി കൊണ്ട് മൂടി നിൽക്കുകയാണ്. ഈ ചെടി ഇളകി വരണം. ഇതുണ്ടോ പലതരം ഫേണാണ്. കണ്ടോ ഇത് ഫേണാണ്, പക്ഷെ പലതരം ഫേൺസാണ് ഇവിടെ നിൽക്കുന്നത്. ഈ വീട്ടിലേക്ക് കയറുന്ന ഒരു ഔട്ട് ഹൗസ് വേ, അതുപോലെ തന്നെ അതിൻ്റെ വ്യൂ ആയിരുന്നാലും ഇരിക്കുന്ന പ്ലേസ് ആയിരുന്നാലും വല്ലാത്തൊരു വെറൈറ്റിയാണ്. ആർക്കും ടാറ്റ ഗൈസ്, ബൈ ബൈ.